ഈ നാട്ടുകാരനായ ഒരു ഉപ്പയെ കുറിച്ച്, ഒരു സഹോദരനെ കുറിച്ച്, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ഈ നാട്ടിലെ ഒരു ഉമ്മയെ കുറിച്ച് നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് പറയുമ്പോൾ അതിനൊരു വിലയാ, വല്ലാത്ത ഒരു മഹത്വമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കണം. ആരെ കൊണ്ടാ സ്വാഗതം പറയിപ്പിക്കേണ്ടത്? സംഘാടകരെ കൊണ്ടല്ല, നാട്ടുകാരെ കൊണ്ടല്ല, പള്ളിയിലെ ഇമാമിനെ കൊണ്ടല്ല. പിന്നെ നിങ്ങൾക്ക് സ്വാഗതം പറയേണ്ടത്, നിങ്ങളെ വാഴ്ത്തി പറയേണ്ടത്, നിങ്ങളെ പുകഴ്ത്തി പറയേണ്ടവര് പറയുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമാ. ആരാ വാഴ്ത്തി പറയുന്നതെന്നറിയുമോ? എവിടെയാണ് പറഞ്ഞതെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, നിങ്ങളിൽ ചിലരെ കുറിച്ച് അവിടുന്ന് സ്വാഗതം പറയുകയാണ്, വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. ആരാണ് വാഴ്ത്തി പറയുന്നതെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറബുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബുണ്ടല്ലോ, ആ പടച്ചറബ് പടച്ചവനെ കാഞ്ഞിപ്പുഴയിലെ ഈ മജ്ലിസിൻ നൂറിന്റെ ഈ സദസ്സിൽ വന്നിരിക്കുന്നവർ, നിങ്ങളിലെ ചിലരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അവിടുന്ന് വാഴ്ത്തി പറയുകയാണ്. അല്ലാഹു നിങ്ങളിൽ ചിലരെ കുറിച്ച് അവിടുന്ന് വാഴ്ത്തുകയാ, പുകഴ്ത്തുകയാ, സ്വാഗതം പറയുകയാ. എവിടെയാണ് പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കാഞ്ഞിപ്പുഴ പള്ളിക്കകത്തിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ അലമാരിക്കകത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 6600 പരം വരുന്ന ആയത്തുകളുള്ള 114 സൂക്തങ്ങളുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഞാനും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരെ കുറിച്ച് പറയുകയാ, നിങ്ങളെ കുറിച്ച് വാഴ്ത്തുകയാ, നിങ്ങളെ കുറിച്ച് പുകഴ്ത്തുകയാ, നിങ്ങളെ കുറിച്ച് സ്വാഗതം പറയുകയാ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത പറയുകയാണ്. നിങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്യുന്ന ബാപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാരെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളിലെ ചിലരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവര്, നിങ്ങളുടെ പള്ളിയിലെ പ്രസിഡന്റ് ആയിരുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജനാസ കണ്ടവരാണല്ലോ, കൊണ്ടുപോയി ഖബറടക്കിയവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു മരണം എങ്ങനെയെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സ്വാഗതം പറഞ്ഞ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറബ് കൊടുക്കുന്ന മരണം എങ്ങനെയെന്നറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങളിലെ ചിലർ അല്ലാഹു നിങ്ങളിലെ ചിലരോട് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹു അവരെ കുറിച്ച് സ്വാഗതം പറയുകയാ, അല്ലാഹു അവരെ വാഴ്ത്തുകയാണ്, അവരെ അല്ലാഹു പുകഴ്ത്തുകയാണ്. അവര് കാലാകാലം സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ. അവരുടെ മരണം എങ്ങനെയെന്നറിയോ? ഫകശഫിനാ
أنت غطاءك فبصرك اليوم حديد. അല്ലാഹു നമ്മുടെ കണ്ണങ്ങ് തുറന്നു തരികയാണ്. ഈ വഅദ് പറയുന്ന മജ്‌ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഈ സദസ്സ് മുഴുവനും ചുറ്റിയിരുന്നിട്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. മലക്കുകളെ കാണാൻ പറ്റുന്നില്ലല്ലോ, മലക്കുകളെ കാണാൻ പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, മലക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് മറയുണ്ടോ എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആകാശ ലോകത്ത് നിന്ന് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. അല്ലാഹു നിന്റെ കണ്ണങ്ങ് തുറക്കുകയാ, കണ്ണിന്റെ ആ മറയങ്ങ് മാറ്റുകയാ. മലക്കുകളെ ലൈവായി കാണുകയാണ്. ആ മലക്കുകൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. അവര് നിന്റെ റൂഹ് പിടിക്കുമല്ലോ, അവര് നിനക്ക് സ്വാഗതം പറയുമല്ലോ. പടച്ചവനെ, ഇങ്ങനെയുള്ള മരണം അല്ലാഹു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ വഅദ് കേൾക്കാമെന്ന മുസ്ലിമേ, നിങ്ങളിൽ ആരെ കുറിച്ചാ അല്ലാഹു സ്വാഗതം പറഞ്ഞത്? നിങ്ങളിൽ ആരെ കുറിച്ചാ അല്ലാഹു നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞത്? വബശിരിൽ മുഖ്ബിതീൻ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലെ സന്തോഷ വാർത്ത പറഞ്ഞ ആ മനുഷ്യനാരെന്നറിയോ? ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിനകത്ത് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ കുറിച്ച് അല്ലാഹു പറയുകയാ, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്, നിങ്ങൾ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒരു ആമീൻ പറയാൻ പോലും ശബ്ദമില്ലാത്ത നമ്മൾ അല്ലാഹു പെടുത്തുവോ എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ശബ്ദമൊക്കെ വേണമെങ്കിൽ വല്ല ജനറൽ ബോഡിയോ പൊതിയോ ഒക്കെ കൂടണം, ഇല്ലേപ്പാ? അപ്പോഴാണ് ഓരോ മനുഷ്യന്റെ ശബ്ദമൊക്കെ കേൾക്കുക. പടച്ചവനെ, അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അപ്പൊ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വാഗതം പറഞ്ഞ, അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ അടിമ ആരാ? എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടണം, അവരെ കുറിച്ചല്ലേ പറയത്തുള്ളൂ. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെ കുറിച്ചും അല്ലാഹു പറയില്ല, ചിലരെ കുറിച്ച്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലെ സ്വാഗതം പറഞ്ഞ ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് ചില അടയാളം അല്ലാഹു തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ അടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കുറിച്ച് അല്ലാഹു ഖുർആനില് നീ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉംറയ്ക്ക് വന്ന ഹബീബല്ലേ നിങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖലങ്ക്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹു പറഞ്ഞ ആ അടിമയ്ക്ക് എത്ര അടയാളമുണ്ട്? 4 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളമുണ്ട്? എത്ര അടയാളമുണ്ട്? ഈ പറയുന്ന 4 സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പത്തനാപുരംകാരൻ സിറാജ് അല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. എവിടെയാ പറഞ്ഞത്? ഖുർആനില്. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഉറക്കൊരാമീൻ പറ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വല്ലതും ഉണ്ടോ? ഉണ്ടാ? പിന്നെന്താ മസിൽ പിടിച്ചിരിക്കണേ? സുഖമല്ലേ എല്ലാവർക്കും? സുഖമല്ലേ? പറ ചങ്ങായിമാരെ, സുഖമല്ലേ? ആണില്ലേ? സുഖാണോ? ആ, സുഖമാണ്. വയലൊക്കെ കേൾക്കുന്നുണ്ട്, മാറ്റമൊന്നുമില്ല. ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ? റഫീഖൊക്കെ വരുന്നേ ഉള്ളൂടെ, വലിയ പ്രവർത്തകന്മാരാ, അവസാന വരുന്നത്. ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി പറയണ്ടേ? പറകാക്കാമാരെന്താ മറുപടി പറയണ്ടേ? പിന്നെ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു പള്ളിയിൽ.
പള്ളിയിലേക്ക് കയറി വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈറു റാഹത്ത് അൽഹംദുലില്ലാ. ആ മറുപടി കേട്ടപ്പോൾ തന്നെ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരു ചങ്ങാതി പള്ളിയിൽ കയറി വന്നു. ഓനോട് ചോദിച്ചു, സുഖമാണോ? ഓൻ പറഞ്ഞു, സുഖമാണെന്ന്. ആന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള്? ഇതുപോലെ ആ ചങ്ങാതിയും പറഞ്ഞ ഖൈറ് റാഹത്ത് സുഖാ നബിയെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ആ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് എന്താ ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കില്ലേന്ന്. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? ഇങ്ങനെ കേട്ടില്ല? അങ്ങനെ ഒരു ഇൽമു പഠിച്ചില്ലേ, ഒരറിവ് പഠിച്ചല്ലോ, ഇനി ചെയ്തോണം ജീവിതത്തിൽ. ആര് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാ. ആര് ചോദിച്ചാലും പറയണം അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. ഇല്ലെങ്കിലും പറയണം അൽഹംദുലില്ലാ. എന്തിനാ? കൊണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. എടാ, ഒരാള് ചോദിക്കുന്നു, പടച്ചോനെ എങ്ങനെയുണ്ട് ഹബീബ, കച്ചവടമൊക്കെ കണ്ട? അളിയ അടിപൊളി കച്ചവടം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഈ കേക്കണ ചങ്ങാതി വിചാരിക്കുക, അല്ല കൊറോണ എല്ലാരെയും പിടിച്ച് ഇവനെ പിടിച്ചില്ലേ അല്ല. ആ ചങ്ങാതിയിൽ ഇപ്പൊ പിന്നെ മുട്ട കുഴിച്ചിടാൻ നടക്കേണ്ടവര് എന്തിനാ ആവശ്യമില്ലാത്ത മണിക്കേക്കണേ? ഇനി ഒരാൾ നിന്നോട് ചോദിക്കുക, അങ്ങനെ ആമിന ജീവിതമൊക്കെ, മച്ചായ്ക്ക് പഴയതുപോലൊന്നും പറ്റണില്ല, അല്ല ആകെ പ്രശ്നമാടി ആയിഷ, തകർന്ന് തരിപ്പടമായി. ആയിഷ പറയുക, അങ്ങനെ തന്നെ വേണം നിനക്ക്, മനസ്സിൽ സന്തോഷിക്കും. പക്ഷെ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിനകത്ത് ശുക്റുണ്ട്, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ. അൽഹംദുലില്ലാ പറയാൻ പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? സുഖമല്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മക്കളൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. ഇത് മാത്രം പറഞ്ഞാൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ കിട്ടും കേട്ടാ. ഇപ്പൊ ഒരു അറിവ് പഠിച്ചു, അൽഹംദുലില്ലാ, ഇത് നമ്മൾ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ ഇത്രയും നാളത്തെ പോലല്ല, ഇനി അടുത്തത് പുറത്തൊരെണ്ണം കൂടുതലൊന്ന് കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സ്വാഗതം പറഞ്ഞ, അള്ളാഹു വാഴ്ത്തി പറഞ്ഞ, ഹും ഫീഹാ ഖാലിദൂൻ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞ, അവർക്ക് ആ അടിമകൾക്കുള്ള 4 ഗുണങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഈ പറയുന്ന അടയാളങ്ങൾ, എന്റെ പൊന്നു സിയാദ്, ഞങ്ങളൊന്ന് കേറിയിരി. നിങ്ങൾ ഇങ്ങനെ കറങ്ങി നിങ്ങളൊക്കെ പരിപാടി വെച്ചിട്ട് നിങ്ങൾ കറങ്ങി ഇറക്കുക. സിയാദ് 2 സിയാദ് ഉണ്ട്, പിന്നെ ഒരു ചങ്ങായിണ്ട് തന്നെ നിസാമുണ്ട്. ഇവരൊക്കെ വലിയ പ്രവർത്തകന്മാർ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നെടുന്തൂണുകൾ അൽഹംദുലില്ലാ. സമസ്തയുടെ പുതിയ സ്ഥലമൊക്കെ മേടിച്ചില്ലേ അപ്പാ? ആസ്ഥാനം അല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറഞ്ഞ അടിമകൾക്ക് 4 അടയാളമുണ്ട്. ഈ പറയുന്ന 4 സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത്. സംഘാടകരല്ല പറഞ്ഞത്, പള്ളിക്കമ്മറ്റിയല്ല പറഞ്ഞത്, നാട്ടിലെ കാരണവന്മാരല്ല പറഞ്ഞത്, പള്ളിയിലെ ഖതീബല്ല പറഞ്ഞത്, പ്രവാചകന്മാരല്ല പറഞ്ഞത്, തങ്ങന്മാരല്ല പറഞ്ഞത്. അല്ലാഹുവേ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറയുകയാ, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. ആ സ്വർഗ്ഗത്തിന്റെ അവകാശികൾക്ക് ഉള്ള സ്വഭാവം എന്താണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അവർക്കുള്ള സ്വഭാവം എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അവർക്കുള്ള ഒന്നാമത്തെ അടയാളം അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണോ? അവർക്ക് അല്ലാഹുവിനെ
വല്ലാത്ത ഭയമാണോ? പടച്ചവനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാ. ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? കാഞ്ഞിപ്പുഴയിലെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അവന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു യഥാർത്ഥ മുഅ്മിനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ പേര് പറയപ്പെട്ടാൽ, അല്ലാഹയെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ വഅദ കേൾക്കാമെന്ന് മുസ്ലിമേ, നമ്മളിൽ ആർക്കെങ്കിലും അല്ലാഹനെ കുറിച്ചുള്ള ഭയമുണ്ടോ? നമ്മളിൽ ആർക്കെങ്കിലും അല്ലാഹനെ കുറിച്ചുള്ള പേടിയുണ്ടോ? അല്ലാഹനെ കുറിച്ചുള്ള പേടി എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അല്ലാഹു ഖുർആനിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹനെ വല്ലാത്ത പേടിയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളിൽ ആർക്കാണോ അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ പേടിയുള്ളത് ഏത് മനുഷ്യനാണ്? ഏത് വാപ്പയ്ക്കാണ്? ഏത് ചെറുപ്പക്കാരനാണ്? ഏത് ഉമ്മ പെങ്ങൾക്കാണ് അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു, നമ്മൾ അല്ലാഹനെ മറന്നു നടക്കില്ലായിരുന്നു, നമ്മൾ അഹങ്കാരികളും അധികാരികളുമാകില്ലായിരുന്നു. പടച്ചുറപ്പേ, നമുക്കിന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലല്ലോ, പാപം ചെയ്യാൻ പേടിയില്ലല്ലോ. പടച്ചവനെ, പേടിയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. കള്ളു കുടിക്കാൻ പേടിയായിരുന്നടോ, വ്യഭിചരിക്കാൻ പേടിയായിരുന്നടോ, പലിശ പേടിക്കാൻ പേടിയായിരുന്നടോ. ഒരു പാപം ചെയ്യുമ്പോ നമുക്കൊക്കെ വല്ലാത്ത ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയല്ലോ. നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുകയാണ്. നന്മയും തിന്മയും ഒരുപോലെ ചെയ്യുന്നവർ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അല്ലാഹനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹനെ കുറിച്ചുള്ള പേടിയാ നമുക്ക് വേണ്ടത്, അല്ലാഹനെ കുറിച്ചുള്ള ഭയമാ നമുക്ക് വേണ്ടത്. ഹൃദയത്തിനകത്തേക്ക് അല്ലാഹ് കേറണമടാ ചെറുപ്പക്കാരാ, വയല് കേൾക്കാമെന്ന പെങ്ങളെ. ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കേറണം പെങ്ങളെ, അല്ലാഹ് കേറണം മോളെ. അല്ലാഹ് കേറിക്കഴിഞ്ഞാ പിന്നെ നീ ആരാണെന്നറിയോ? ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കേറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചരിത്രമാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ. പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രമാണ് സുലൈഖയുടെ ചരിത്രം. ആ പാട്ട് കേൾക്കുമ്പോ ഏത് പെണ്ണും ഒന്ന് മൂളിപ്പോകുമല്ലോ. എങ്കിലും പെങ്ങളെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറിയ ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നതെന്നറിയോ? പടച്ചവനെ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സുലൈഖയുടെ മണിയറയ്ക്കകത്ത് കയറി വന്നപ്പോ അവിടെ നിന്ന് സുലൈഖ വാതിലടയ്ക്കുകയാ. ഒരുങ്ങി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന സൗന്ദര്യ റാണിയായ സുലൈഖ എന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫേ. ചോദിക്കുന്നത് രാജ്യത്തെ രാജകുമാരി ആരും കാണാതെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി, കാലമാതല്ലാ,
സുലൈഖ എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. സുലൈഖ പറയുന്ന യൂസുഫേ ആരും കാണില്ലടാ, ഒരാളും അറിയില്ലടാ, ഒരാളും അറിയില്ലടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. അപ്പോഴാണ് പറയുന്ന ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവനെ യൂസുഫ് വാതിൽ തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ യൂസുഫിന്റെ കമീസ് പോലും സുലൈഖ എവിടെന്ന് വലിച്ചു കീറുകയാണ്. ഞാനും നിങ്ങളും ചരിത്രം പഠിച്ചവരാ. അവസാനം യൂസുഫിനോട് ദേഷ്യമായി തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് പടച്ചവനെ വർഷങ്ങളോളം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്ത് അടച്ചിടുകയാണ് സുലൈഖ. അവസാനം യൂസുഫ് മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. സുലൈഖാനെ വിവാഹം കഴിക്കുകയാണ്. അടിമപ്പയ്യനല്ല, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ സുലൈഖ എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് കിടന്നു ചെല്ലുമ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. തന്റെ ഭർത്താവായ യൂസുഫിനോട് സഹകരിക്കുന്നില്ല. യൂസുഫ് ചോദിക്കുകയാ, പെങ്ങളെ ചരിത്രം പഠിക്കണം പെങ്ങള്. കേറിപ്പിടിച്ച സുലൈഖയ്ക്ക് മറ്റൊരു ചരിത്രമുണ്ട് പെങ്ങള്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കാതെ വന്നപ്പോ യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ എന്തു പറ്റി സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. കല്യാണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം